റബ്ബർ വില ഉയർന്നിട്ടും ഗുണം ലഭിക്കാതെ കർഷകർ. മഴയെ തുടർന്ന് ആഭ്യന്തര ഉൽപ്പാദനം കുറഞ്ഞതോടെയാണ് കർഷകർക്ക് വില വർധനവിന്റെ ഗുണം ലഭിക്കാത്തത്. 12 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന വിലയാണ് റബ്ബറിനിപ്പോൾ. വില 205-ലെത്തിയിട്ടും സംസ്ഥാനത്തെ റബ്ബർ കർഷകർക്ക് അതിന്റെ പ്രയോജനമുണ്ടാകുന്നില്ല. സർക്കാർ സബ്സിഡി വൈകിയത് മൂലം മഴമരടക്കമുള്ള പ്രവർത്തനങ്ങൾ മാർച്ചോടെയാണ് പൂർത്തീകരിക്കാൻ സാധിച്ചത്. എന്നാൽ പിന്നീട് മഴ ശക്തമായതോടെ വെട്ടുനിരക്കുകയും റബ്ബർ ഷീറ്റ് ഉൽപ്പാദനം പ്രതിസന്ധിയിലാവുകയും ചെയ്തു. ഇതോടെ വിലവർധനവിന്റെ ആനുകൂല്യം കർഷകർക്ക് ലഭിക്കാതെയായി. ഇപ്പോൾ അന്താരാഷ്ട്ര വിപണിയിലും റബ്ബറിന് വിലക്കുറവാണ്. അപ്പോൾ ടയർ കമ്പനികൾ ആസൂത്രിതമായി ഇപ്പോൾ തന്നെ റബ്ബർ ഇറക്കുമതി ചെയ്യുന്നതിനുള്ള ഒരു നീക്കം ആരംഭിച്ചിരിക്കുകയാണ്. നമുക്ക് ആഗസ്റ്റ് അവസാനം സെപ്റ്റംബർ ഒരു പകുതിയോടുകൂടി മാത്രമേ റബ്ബർ ഉൽപ്പാദനമാകുകയുള്ളൂ. ആ സമയമാകുമ്പോഴേക്കും വില ഇടിക്കാനുള്ള ഒരു നീക്കമാണ് ഇവിടുത്തെ കമ്പനികൾ കാലങ്ങളിലും ചെയ്തുകൊണ്ടിരുന്നത്. അതുതന്നെയാണ് ഇപ്പോഴും തുടർച്ചയായി ചെയ്യുന്നത്. അതേസമയം എല്ലാ വർഷവും മഴക്കാലമാകുമ്പോൾ വിലവർധനവിന്റെ അന്തരീക്ഷം ഉണ്ടാക്കുന്നത് ആസൂത്രിതമായ നീക്കമാണെന്നാണ് കർഷകർ പറയുന്നത്. വൻകിട റബ്ബർ കമ്പനികളെ സഹായിക്കാനാണ് ഈ നീക്കമെന്നും കർഷകർ പറയുന്നു. കഴിഞ്ഞ സംസ്ഥാന ബജറ്റിൽ റബ്ബറിന്റെ അടിസ്ഥാന വില 180 രൂപയെ പ്രഖ്യാപിച്ചിരുന്നു. വില അതിനേക്കാൾ ഉയരാതിരുന്നതിനാൽ സർക്കാരിന് സബ്സിഡി നൽകേണ്ട ആവശ്യം വന്നിട്ടില്ലെന്നും അതിനാൽ അടിസ്ഥാന വില 200 ആക്കി ഉയർത്തണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നു. ന്യൂസ് മലയാളം, കോട്ടയം.